ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പല ഏരിയാസിൽ നിന്ന് സെറ്റ് ഇംഗ്ലീഷിന് സ്ഥിരമായി ചോദിക്കുന്ന പല ഏരിയാസ് ഉണ്ടല്ലേ. അപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള പല ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 5 ചോദ്യങ്ങൾ, അതിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ഉറപ്പിക്കാൻ സാധിച്ചു എന്ന് നോക്കാൻ സാധിക്കും. എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ സാധിച്ചോ, അതോ ഇനിയും ഉത്തരം കൊടുക്കാൻ സാധിക്കാതെ പോയ ചോദ്യങ്ങളുണ്ടോ? അതാണെങ്കിൽ നമുക്കത് വീണ്ടും എടുത്ത് പഠിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന ഓപ്ഷൻസും കൂടെ നമ്മളൊന്ന് നോക്കണം അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതേ നോക്കിക്കേ, സിനോണിംസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് ആണ് അല്ലെ. സിനോണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമിലർ മീനിങ്സ് എന്നല്ലേ. ഓക്കെ, അപ്പൊ നോക്കിക്കോ, സെലക്ട് ദ സിനോണിം ഓഫ് എഫിമെറൽ. എഫിമെറൽ എന്ന് പറയുന്ന വേർഡ് ഇന്ന് വളരെ പുതിയതൊന്നും അല്ല. കോമൺ ആയിട്ടൊക്കെ ഇന്ന് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലെ. സോ നോക്കിക്കേ, സെലക്ട് ദ സിനോണിം ഫോർ എഫിമെറൽ. എഫിമെറൽ എന്ന് പറയുന്ന വാക്കിന്റെ കൃത്യമായിട്ടുള്ള സിനോണിം ഏതാണ്? നോക്കിക്കേ, എറ്റേണൽ, ടെമ്പററി, പെർമനന്റ്, ലാസ്റ്റിംഗ്. ഇതിൽ ഏതാ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് കൃത്യമായിട്ട്? എറ്റേണൽ, ടെമ്പററി, പെർമനന്റ്, അതേപോലെ തന്നെ ലാസ്റ്റിംഗ്. ഓക്കെ, അതായത് ഈ പെർമനന്റ്, ലാസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എറ്റേണൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് സിമിലാരിറ്റീസ് ഫീൽ ചെയ്യും അല്ലേ. പക്ഷെ കൃത്യമായിട്ട് എഫിമെറൽ എന്ന് പറയുന്ന വാക്കിന് യോജിക്കുന്ന അതിന്റെ സിനോണിം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് ടെമ്പററി എന്നുള്ളതാണ് കേട്ടോ. ടെമ്പററി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ടെമ്പററി എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ എഫിമെറൽ എന്നുള്ള വേർഡ് ചോദിച്ചിട്ടുണ്ട്, സിനോണിം കാറ്റഗറിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ലിംഗ്വിസ്റ്റിക്സ് ആണ് ഏരിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ സിനോണിം ഉണ്ടെങ്കിൽ എന്തായാലും ആന്റോണിംസും കാണും, ഓപ്പോസിറ്റ്സും കാണും അല്ലെ. അപ്പൊ നോക്കാം, സെലക്ട് ദ ആന്റോണിം ഫോർ ഗ്രിഗേറിയസ്. ഗ്രിഗേറിയസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഗ്രിഗേറിയസ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിം കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കോ, സോഷ്യബിൾ, ഫ്രണ്ട്ലി, സോളിറ്ററി, ടോക്കറ്റീവ്. ഓക്കെ, സോഷ്യബിൾ, ഫ്രണ്ട്ലി, സോളിറ്ററി, ടോക്കറ്റീവ്. ഇതിലേതാ നമുക്ക് ശരി ഉത്തരമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നേ? സോളിറ്ററി അല്ലെ. സോളിറ്ററി. ഓപ്ഷൻ എ, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് സോളിറ്ററി വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. സോളിറ്ററി. ഓക്കെ, കുറച്ച് ലോൺലി എന്നൊക്കെയുള്ള മീനിങ് ആണ് സോളിറ്ററിക്ക് വരുന്നത്. എന്നാൽ ഗ്രിഗേറിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തരത്തിലൊന്നും അല്ല, കുറച്ച് വൈഡ് പെർസ്പെക്റ്റീവ് ആണ്. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് ആണ്. ഗ്രിഗേറിയസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് സോളിറ്ററി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഗ്രാമറിൽ നിന്നാണ്. ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. കറക്റ്റ് സെന്റൻസ് കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം സെന്റൻസുകൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും കറക്റ്റ് സെന്റൻസ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യണം. നോക്കിക്കോ, ഹി ഈസ് മോർ ടോളർ ദാൻ ഹിസ് ബ്രദർ. ഹി ഈസ് ടോളർ ദാൻ ഹിസ് ബ്രദർ. ഹി ഈസ് ടോൾ ദാൻ ഹിസ് ബ്രദർ. ഹി ഈസ് ദ ടോളർ ഓഫ് ദ ടു. ഇതിലേതാ നമുക്ക് കൃത്യമായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്? ഹി ഈസ് ടോളർ ദാൻ ഹിസ് ബ്രദർ ഇല്ലേ. കമ്പാരിസൺ ഒക്കെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. പക്ഷേ ഏറ്റവും കൃത്യമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഗ്രാമറിന്റെ റൂളുകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള, ബാക്കി സെന്റൻസിൽ എന്താണ് സ്ലൈറ്റ് മിസ്റ്റേക്സ് ഒക്കെ ഉള്ള സെന്റൻസുകളാണ് ബാക്കിയൊക്കെ. ഗ്രാമാറ്റിക്കലി എന്താണ് നമുക്ക് വലിയൊരു ഇറൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ പോലും ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ എല്ലാ പാറ്റേണും ഫോളോ ചെയ്തിട്ടുള്ള ഈ ഒരു ഓർഡറിലെ കൃത്യമായിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഹി ഈസ് ടോളർ ദാൻ ഹിസ് ബ്രദർ. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ആയി. അപ്പൊ നമുക്കിനി 4ാമത്തെ ചോദ്യം ഒന്ന് പരിചയപ്പെടാം അല്ലെ. 4ാമത്തെ ചോദ്യം നോക്കാം. ദ വേർഡ് യുബിക്യൂറ്റസ് മീൻസ്. യുബിക്യൂറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം വരുന്നത്? നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ യുബിക്യൂറ്റസ് എന്ന് പറയുന്ന വാക്ക്? നോക്കിക്കോ, റയർ, എവ്രിവെയർ, പവർഫുൾ, മിസ്റ്റീരിയസ്. ഓക്കെ, റയർ. റയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എപ്പോഴും കാണാൻ സാധിക്കാത്തത് അല്ലെ. ഇറ്റ്സ് എ റയർ തിങ് എന്നൊക്കെ നമ്മൾ പറയും. എവ്രിവെയർ മീൻസ് എവ്രിവെയർ ഇറ്റ് വിൽ ബി ദെയർ, അബണ്ടന്റ് ആയിരിക്കും. അതുപോലെ തന്നെ പവർഫുൾ എന്ന് പറഞ്ഞാൽ ശക്തമായത്. ഒപ്പം തന്നെ മിസ്റ്റീരിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ മിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിഗൂഢം എന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ ദേ നോക്കിക്കേ, യുബിക്യൂറ്റസിന് കറക്റ്റ് ആയിട്ട് വരുന്നത് എവ്രിവെയർ എന്നാട്ടോ. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് എവ്രിവെയർ. ഓക്കെ, ഇൻ ഓൾ സോർട്ട് ഓഫ് ഏരിയാസ് യു ക്യാൻ ഫൈൻഡ് ദാറ്റ്. ആ ഒരു മീനിങ് ആണ്. ഇപ്പൊ വാട്ടർ വേണമെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ യുബിക്യൂറ്റസ് തിങ് അല്ലെ. ഇറ്റ്സ് എവ്രിവെയർ. സൺലൈറ്റ്, ഇറ്റ്സ് എ യുബിക്യൂറ്റസ് തിങ്. ഓക്കെ, സോ വിൽ മൂവ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മുടെ ലിറ്ററേച്ചറിൽ നിന്നാണ്. ഹൂ റോട്ട് പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ്. പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ് എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു നോവൽ നമുക്ക് ലിറ്ററേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. ഷാർലറ്റ് ബ്രോണ്ടെ, ജെയിൻ ഓസ്റ്റിൻ, എമിലി ഡിക്കിൻസൺ, മേരി ഷെല്ലി. ഷാർലറ്റ് ബ്രോണ്ടെ, ജെയിൻ ഓസ്റ്റിൻ, എമിലി ഡിക്കിൻസൺ, അതുപോലെ തന്നെ മേരി ഷെല്ലി. കറക്റ്റ് ആൻസർ വരുന്ന ജെയിൻ ഓസ്റ്റിൻ ആട്ടോ. ജെയിൻ ഓസ്റ്റിൻ ആണ് ഇതിന്റെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി ജെയിൻ ഓസ്റ്റിൻ ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഷീ ഈസ് ആക്ച്വലി നോൺ ആസ് ദ മദർ ഓഫ് ഇംഗ്ലീഷ് നോവൽസ്. ഓക്കെ,
ഇംഗ്ലീഷ് നോവൽസ്. ഇംഗ്ലീഷ് നോവൽസിന്റെ മദർ, എസ്പെഷ്യലി ഡൊമസ്റ്റിക് നോവൽസ്, അതായത് ഒരു വീടിന്റെ ചുറ്റുപാടും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള കഥകൾ കൂടുതലായിട്ട് തയ്യാറാക്കുന്ന റൈറ്ററാണ് നമ്മുടെ സ്വന്തം ജെയിൻ ഓസ്റ്റൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻ എ ഷോർട്ട് ടൈം കൃത്യമായിട്ട് ഇത് നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. എക്സാമിന് മുന്നേ ആയിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ സീരീസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.